സോഷ്യോ പൊളിറ്റിക്കൽ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. BSOC 134 മെത്തേഡ്സ് ഓഫ് സോഷ്യോളജിക്കൽ എൻക്വയറി എന്ന വിഷയത്തിലെ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ് എന്ന അധ്യായത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഈ അധ്യായത്തിലെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാമൂഹ്യശാസ്ത്രത്തിലെ ഗവേഷണങ്ങളെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഗവേഷണങ്ങൾ നടത്തപ്പെടുന്ന മേഖലയിലെ നിരീക്ഷണങ്ങളുടെയും പരസ്പര സമ്പർക്കങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഗവേഷണങ്ങളിലെ ഈ രീതി നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നരവംശാസ്ത്രജ്ഞരായിരുന്ന ഫ്രാൻസ് ബൗസ്, ഇവാൻ പ്രിച്ചാർഡ് തുടങ്ങിയവരാണ് ഇത്തരമൊരു ഗവേഷണത്തിന് അടിത്തറവാകിയത്. സോഷ്യോളജിയിൽ ഈ ഗവേഷണത്തിന് പ്രാമുഖ്യം കൈവരുന്നത് റോബർട്ട് ഇ പാർക്കിന്റെ മാർഗനിർദ്ദേശത്തോടുകൂടിയാണ്. നഗരങ്ങളുടെ വൈവിധ്യം, ഭിന്നജാതീയത, സങ്കീർണത എന്നിവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു. സ്വാഭാവികവും പങ്കാളിത്ത സ്വഭാവമുള്ളതും നരവംശാസ്ത്രപരവുമായ സമീപനമാണ് ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങൾക്കുള്ളത്. ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങളിൽ വിവരശേഖരണത്തിന് പല രീതികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനാണ്. അതായത് ഒരു ഗവേഷകൻ താൻ ആരെക്കുറിച്ചാണ് ഗവേഷണം നടത്തുന്നത് അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ആ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഗഹനമായ അറിവ് സമ്പാദിക്കുകയും ചെയ്യുന്നു. ഒരു വിഭാഗത്തിൻ്റെ സാംസ്കാരികപരമായ പെരുമാറ്റത്തിനെ അവരുടെ തന്നെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും ശ്രമിക്കുന്ന ഒരു സമീപനമാണ് ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങൾക്കുള്ളത്. അറിവ് ശേഖരണത്തിന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനോടൊപ്പം തന്നെ അൺസ്ട്രക്ചർഡ് ഇൻ്റർവ്യൂ എന്ന ടെക്നിക്കും ക്വാളിറ്റേറ്റീവ് ഗവേഷണത്തിൽ ഉപയോഗിക്കുന്നു. ഇവിടെ ഗവേഷകൻ ചുരുങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും മുൻകൂർ നിശ്ചയിക്കപ്പെട്ട ഒരു ഘടനയില്ലാതെ തന്നെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും തങ്ങളുടേതായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നു. ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ലൈഫ് ഹിസ്റ്ററി മെത്തേഡ് എന്നത്. ഇവിടെ ഒന്നോ അതിലധികമോ വ്യക്തികളുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുന്നു. ഇവിടെ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള അറിവിൻ്റെ ഉറവിടം ഡയറികളോ ആത്മകഥകളോ ആയിരിക്കും. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നത് ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ്. ഇത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു രൂപമാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ദ ഇൻ്റലക്ച്വൽ അണ്ടർപിന്നിങ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭൗതിക അടിത്തറയാണ് ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങൾക്കുള്ളത്. ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങളുടെ വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ജ്ഞാനശാസ്ത്രപരമായ ഘടകങ്ങൾ ഉരുത്തിരിയുന്നത് ഫിനോമിനോളജി, സിംബോളിക് ഇൻട്രാക്ഷനിസം, വേഴ്സ്റ്റൈൻ, നാച്ചുറലിസം, എത്നോജെനിക്സ് പോലുള്ള ചിന്താധാരകളിൽ നിന്നാണ്. ഫിനോമിനോളജി പോസിറ്റിവിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള പല അനുമാനങ്ങളെയും സോഷ്യോളജിയിലെ ഫിനോമിനോളജിക്കൽ കാഴ്ചപ്പാടുകൾ നിരാകരിക്കുന്നു. മനുഷ്യരുടെ ആത്മബോധത്തെക്കുറിച്ചുള്ള ക്രമാനുഗതമായ അന്വേഷണമാണ് ഫിനോമിനോളജിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ പ്രകൃതിശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന വിഷയം അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ അനുമാനിക്കുന്നത് എന്തെന്നാൽ പ്രകൃതിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന അതേ രീതികൾ സാമൂഹിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ്. ഫിനോമിനോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ പ്രകൃതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് ദ്രവ്യത്തെയാണ്. ദ്രവ്യത്തിന് ബോധം എന്ന തലം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ പഠനവിധേയമാക്കുന്നതിന് ബാഹ്യമായ നിരീക്ഷണം തന്നെ ധാരാളമാണ്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തകളും വികാരങ്ങളും അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും അവർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അവബോധവുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി മനുഷ്യർ തങ്ങളുടെ സാഹചര്യങ്ങളെ നിർവചിക്കുകയും തങ്ങളുടെയും മറ്റുള്ളവരുടെയും പ്രവൃത്തികൾക്ക് അർത്ഥതലങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. പ്രവൃത്തികൾ ആത്മനിഷ്ഠയിലൂന്നിയ അർത്ഥങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നതെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് ഈ പ്രവൃത്തിയെ മനസ്സിലാക്കുന്നതിനായി അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാമൂഹ്യ ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവൃത്തിയെ ബാഹ്യമായി നിരീക്ഷിക്കുകയും ബാഹ്യമായ യുക്തി പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രം ഒരു പ്രവൃത്തിയെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഇത്തരം പ്രവൃത്തികളുടെ ആന്തരിക യുക്തിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോഷ്യോളജിയിൽ ഇത്തരം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച സാമൂഹിക ശാസ്ത്രകാരന്മാരിൽ പ്രധാനി മാക്സ് വെബർ ആയിരുന്നു. സിംബോളിക് ഇൻട്രാക്ഷനിസം. അർത്ഥങ്ങൾ ഉരുത്തിരിയുന്നത് ഇടപെടലുകളിലൂടെയാണ് എന്നാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. സാമൂഹിക ജീവിതത്തെ ഒരു പ്രക്രിയ എന്ന നിലയിലാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം വിലയിരുത്തുന്നത്. ഇവിടെ വ്യക്തികൾ തങ്ങളുടെ സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ഈ വ്യാഖ്യാനമാണ് വ്യക്തികളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനം. ഈ സിദ്ധാന്തത്തിന് രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളുണ്ട്: സാഹചര്യത്തിൻ്റെ നിർവചനവും സാമൂഹിക സ്വത്വവും.
സാഹചര്യത്തിന്റെ നിർവചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തികളുടെ പ്രവൃത്തി എപ്പോഴും വസ്തുനിഷ്ഠമായ ഘടകങ്ങളിൽ നിന്നല്ല, മറിച്ച് ആത്മനിഷ്ഠമായ അർത്ഥങ്ങളിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് എന്നാണ്. വ്യക്തികൾ സാഹചര്യങ്ങളുടെ അർത്ഥതലങ്ങൾ നിർമ്മിക്കുന്നത് തങ്ങളുടെ അനുഭവത്തിൻ്റെയോ ആവശ്യകതയുടെയോ ആഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ തങ്ങൾ നിലനിൽക്കുന്ന സാമൂഹിക വിഭാഗത്തിന്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. സാമൂഹിക സ്വത്വം എന്നത് ഒരു പ്രക്രിയയാണ്. അതായത് സ്വത്വം നിർമ്മിക്കപ്പെടുന്നത് സാമൂഹികമായ ഇടപെടലുകളിലൂടെയാണ്. ഇതൊരു പ്രക്രിയയാണ് എന്ന് പറയുന്നതിനുള്ള കാരണം മറ്റുള്ളവരുമായുള്ള ഇടപെടലിനെ അടിസ്ഥാനപ്പെടുത്തി നാം നമ്മുടെ ആത്മപ്രതിച്ഛായ രൂപപ്പെടുത്തുകയും പുനർരൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വത്വം എന്നത് ഐ, മീ ഇവ തമ്മിലുള്ള ഇടപെടലിന്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. ഇതിൽ ഐ എന്നത് നമ്മുടെ സ്വത്വത്തിന്റെ സജീവമായ ഭാഗമാണ്. ഇത് ലോകത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ പ്രതികരണത്തെ പ്രതിനിധീകരിക്കുന്നു. മീ എന്നത് സമൂഹത്തിന്റെ നിയമങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസൃതമായി ചിന്തിക്കുന്ന സ്വത്വത്തിന്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഐ എന്നാൽ ആത്മനിഷ്ഠവും മീ എന്നാൽ വസ്തുനിഷ്ഠവുമായ സ്വത്വത്തിന്റെ ഭാഗങ്ങളാണ്. ഈ സിദ്ധാന്തത്തിന് 4 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. മനുഷ്യർ ചിഹ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജീവികളാണ് എന്ന പോയിന്റിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചിഹ്നങ്ങളിലൂടെ മനുഷ്യർക്ക് സംസ്കാരങ്ങൾ നിർമ്മിക്കാനും ചരിത്രത്തെ മറ്റൊരു തലമുറയിലേക്ക് കടത്തിവിടാനും സാധിക്കുന്നു. രണ്ടാമതായി, സിംബോളിക് ഇൻട്രാക്ഷനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ലോകം എന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ബന്ധങ്ങളാലും ഇടപെടലുകളാലും അതെപ്പോഴും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും അവയുടെ ഫലങ്ങളും പ്രവചനാതീതമാണ്. ആളുകളുടെ ജീവിതവും ജീവചരിത്രവുമെല്ലാം സ്ഥിരമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളുടെ ഫലമായി ഇവ എപ്പോഴും പുനർവ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സാമൂഹിക ലോകത്ത് ഒന്നും തന്നെ സ്ഥിരമായി നിലനിൽക്കുന്നില്ല, എല്ലാം പരിണാമത്തിന് വിധേയമാണ്. മൂന്നാമതായി, സാമൂഹിക ലോകം എന്നത് സംവേദനാത്മകമാണ്. ഇവിടെ മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നാലാമതായി, സാമൂഹിക ജീവിതത്തിന്റെ രൂപങ്ങളെ നിർണ്ണയിക്കുന്ന ക്രമങ്ങളെ കണ്ടെത്തുന്നതിനായി സിംബോളിക് ഇൻട്രാക്ഷനിസം ചിഹ്നങ്ങൾക്കും പ്രക്രിയകൾക്കും ഇടപെടലുകൾക്കും അതീതമായി ചിന്തിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എ സബ്ജക്ട്സ് പെർസ്പെക്റ്റീവ്. പഠനവിധേയമാക്കപ്പെടുന്ന ആളുകളുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് സംഭവങ്ങളെയും പ്രവൃത്തികളെയും നിയമങ്ങളെയും മൂല്യങ്ങളെയും നോക്കിക്കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങളുടെ ഏറ്റവും പ്രധാന സവിശേഷത. അതുകൊണ്ട് തന്നെ ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം തന്റെ പഠനമണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഡിസ്ക്രിപ്ഷൻ. പഠനവിധേയമാക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തെ കൂടുതൽ ആഴത്തിൽ വിവരിക്കുക എന്നുള്ളത് ഇത്തരം ഗവേഷണങ്ങളുടെ പ്രത്യേകതയാണ്. ഇത് ആ പ്രത്യേക സാമൂഹിക പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അതുവഴി യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും സഹായിക്കുന്നു. ക്വാളിറ്റേറ്റീവ് ഗവേഷണത്തിൽ പഠനവിധേയമാക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക പരിസ്ഥിതിയുടെ വിവരണത്തിനുപരിയായി അതിന്റെ വിശകലനം കൂടി സാധ്യമാകുന്നു. പഠനവിധേയമാക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നോക്കിക്കാണുന്നതിനുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം വിവരണം വഴി ലഭിക്കുന്നു. കോണ്ടെക്സ്റ്റ്. സാമൂഹിക സ്വത്വങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്വാളിറ്റേറ്റീവ് ഗവേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിന്റെയോ വിഭാഗത്തിന്റെയോ നിബന്ധനകൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആ സമൂഹത്തിന്റെ ഘടന എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയാണ് വ്യക്തികൾ തങ്ങളുടെ പെരുമാറ്റ രീതിക്ക് അർത്ഥങ്ങൾ കൽപ്പിക്കുന്നത്. ഡൈനാമിക് സോഷ്യൽ ലൈഫ്. ക്വാളിറ്റേറ്റീവ് ഗവേഷണം സാമൂഹിക ജീവിതത്തെ സ്ഥായിയായ രൂപമില്ലാത്ത ഒരു പ്രക്രിയ എന്ന നിലയിലാണ് കാണുന്നത്. ക്വാളിറ്റേറ്റീവ് ഗവേഷണം സാമൂഹിക ജീവിതത്തെ സംഭവങ്ങളുടെ ഒരു ശ്രേണി എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റത്തിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിത്യജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ക്വാളിറ്റേറ്റീവ് ഗവേഷകർ പ്രക്രിയ എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമൂഹിക ജീവിതത്തെ പരസ്പരബന്ധിതമായ സംഭവങ്ങളുടെ ശ്രേണി എന്ന നിലയിലാണ് അവർ കണക്കാക്കുന്നത്. ഫ്ലെക്സിബിൾ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ. ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങൾ നിയതമായ ഒരു ഘടനയില്ലാത്തവയാണ്. ഇത്തരം ഗവേഷണങ്ങളിൽ എന്തിനെക്കുറിച്ചാണ് പഠിക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കാറില്ല. ഈ സവിശേഷത ഗവേഷകർക്ക് അപ്രതീക്ഷിതവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഘടകങ്ങളിലേക്കുള്ള വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നു എന്നാണ് ഇതിന്റെ പ്രയോക്താക്കളുടെ വാദം. തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ്. പഠനത്തിന്റെ ആരംഭത്തിൽ തന്നെ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങൾ അനുകൂലിക്കുന്നില്ല. പഠനത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സിദ്ധാന്തങ്ങളെ പരീക്ഷിക്കുക എന്നതിനാണ് ഇത്തരം ഗവേഷണങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. നേച്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. പ്രകൃതിശാസ്ത്രത്തിലെ ചില രീതികൾ ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്.
പ്രകൃതിശാസ്ത്രത്തിന്റെ യുക്തിയിലും ക്രമങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള ജ്ഞാനശാസ്ത്രപരമായ മാനദണ്ഡമാണ് ഇത്തരം ഗവേഷണങ്ങൾ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗവേഷണങ്ങളെ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് അറിവുകളായി പരിഗണിക്കപ്പെടുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണത്തിൽ അറിവ് ശേഖരണത്തിന് പല മാർഗങ്ങളുണ്ട്. സോഷ്യൽ സർവേയാണ് ഇത്തരം ഗവേഷണങ്ങളിലെ പ്രധാനപ്പെട്ട അറിവ് ശേഖരണ മാർഗം. ഇത്തരം സർവേകൾക്ക് പ്രധാനമായും കോർ റിലേഷണൽ, ക്രോസ് സെക്ഷണൽ എന്നീ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. സർവേകൾ, പരീക്ഷണങ്ങൾ എന്നീ രണ്ട് പ്രധാനപ്പെട്ട രീതികളിലൂടെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങൾ നടത്തപ്പെടുന്നത്. ഇതുകൂടാതെ 3 പ്രധാനപ്പെട്ട രീതികൾ കൂടിയുണ്ട്. ഒന്ന്, മുൻപ് ശേഖരിക്കപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ പോലുള്ള അറിവുകളുടെ വിശകലനം. ഡുർക്കൈമിന്റെ ആത്മഹത്യയുടെ സ്ഥിതിവിവര കണക്കുകളുടെ അവലോകനം ഇതിനുദാഹരണമാണ്. 2, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ഇവിടെ ഗവേഷകൻ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പദ്ധതി പ്രകാരം തന്റെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുകയും അതിനെ അളന്നു തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. 3, കോണ്ടന്റ് അനാലിസിസ്. വാർത്താവിനിമയ മാധ്യമങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് വിശകലനം. ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങളുടെ ജ്ഞാനശാസ്ത്രപരമായ അടിസ്ഥാനം സംഖ്യകളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം പൂർണ്ണമാവുന്നില്ല. ചില മുൻ നിബന്ധനകൾ കൂടി ഉണ്ട്. ഒരു കൂട്ടം അനുമാനങ്ങളും പ്രവർത്തനങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങളുടെ ഭാഗമാണ്. പ്രകൃതിശാസ്ത്രങ്ങളുടെ സമീപനം പിന്തുടരണം എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത് അറിവുകളെ വിലയിരുത്തുന്നതിനും സ്ഥാപിക്കുന്നതിനും വളരെ മികച്ച അടിസ്ഥാനം നൽകുന്നു. ദ പോസിറ്റിവിസ്റ്റ് പൊസിഷൻ. പ്രകൃതിശാസ്ത്രത്തിന്റെ തത്വങ്ങളെ മുൻനിർത്തി സോഷ്യോളജിയിലും പഠനങ്ങൾ സാധ്യമാണെന്നാണ് സോഷ്യോളജിയുടെ സ്ഥാപകരിൽ പലരും വിശ്വസിച്ചിരുന്നത്. ഇതാണ് പോസിറ്റിവിസത്തിന്റെ കാതൽ. പ്രകൃതിശാസ്ത്രത്തിന്റെ രീതികൾ സമൂഹത്തിന്റെ പഠനത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ പരിണാമത്തിന്റെ പിന്നിലുള്ള മാറ്റപ്പെടാത്ത നിയമങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്നാണ് അഗസ്റ്റ് കോംറ്റ് വിശ്വസിച്ചിരുന്നത്. ഇത് ദ്രവ്യത്തെ പോലെ തന്നെ മനുഷ്യരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന മാറ്റമില്ലാത്ത കാര്യകാരണ ബന്ധങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്നാണ് പോസിറ്റിവിസത്തിന്റെ അനുമാനം. പോസിറ്റിവിസം മറ്റു ചില അനുമാനങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 1, ദ്രവ്യത്തിന്റെ പെരുമാറ്റ രീതി പോലെ തന്നെ മനുഷ്യന്റെ പെരുമാറ്റ രീതിയെയും വസ്തുനിഷ്ഠമായി അളക്കാൻ സാധിക്കും. ദ്രവ്യത്തിന്റെ പ്രകൃതത്തെ ഭാരം, ഊഷ്മാവ്, മർദ്ദം എന്നിങ്ങനെയുള്ള വസ്തുനിഷ്ഠമായ രീതികൾ ഉപയോഗിച്ച് അളക്കുന്നത് പോലെ മനുഷ്യപ്രകൃതത്തെയും അളക്കാൻ സാധിക്കും. 2, നിരീക്ഷണ സാധ്യമായ പ്രകൃതത്തിന്റെ സവിശേഷതകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അർത്ഥങ്ങൾ, വികാരങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നീ ഘടകങ്ങളെ നേരിട്ട് നിരീക്ഷിക്കാനോ അളന്നു തിട്ടപ്പെടുത്താനോ സാധിക്കില്ല. അതുകൊണ്ട് അവയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് നേരിട്ടോ അല്ലാതെയോ നിരീക്ഷണ സാധ്യമല്ലാത്ത പ്രതിഭാസങ്ങളെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായി കാണാൻ സാധിക്കുകയില്ല. വസ്തുതകളുടെ പരിശോധനയിലൂടെയാണ് അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിനർത്ഥം. 3, വസ്തുതകളുടെ പരിശോധനയിലൂടെ ലഭിക്കുന്ന അറിവുകൾ സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു. 4, പോസിറ്റിവിസത്തിന് ശാസ്ത്രത്തിലെ മൂല്യങ്ങളോടുള്ള കാഴ്ചപ്പാടാണ്. ഇതിനോടനുബന്ധിച്ച് 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ പോസിറ്റിവിസം മുന്നോട്ട് വയ്ക്കുന്നു. ഒന്നാമത്തേത്, ശാസ്ത്രകാരന്മാരെയോ ഗവേഷകരെയോ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ നിന്ന് അവരുടെ വ്യക്തിഗത മൂല്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം അവരുടെ കണ്ടെത്തലുകളിലെ വസ്തുനിഷ്ഠതയെയോ വിശ്വാസ്യതയെയോ ബാധിക്കാനിടയുണ്ട്. 2, ശാസ്ത്രീയ വസ്തുതകളും ധാർമ്മികമായ വിധി പ്രസ്താവങ്ങളും തമ്മിൽ കാതലായ വ്യത്യാസങ്ങളുണ്ട്. ധാർമ്മികമായ പ്രസ്താവനകളെ നിരീക്ഷണത്തിന്റെയോ അനുഭവത്തിന്റെയോ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പോസിറ്റിവിസം ഇതിനെ നിരാകരിക്കുന്നു. Some preoccupations of quantitative research. Concepts and their measurements. കൺസെപ്റ്റ്സ് അഥവാ അവധാരണകൾ ഇത്തരം ഗവേഷണങ്ങളുടെ കാതലായ ഭാഗമാണ്. പക്ഷേ ഇവയ്ക്ക് സിദ്ധാന്തങ്ങളുമായി നേർത്ത ബന്ധമേ ഉള്ളൂ. ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങളെ മനസ്സിലാക്കുന്നതിനായി ഈ കൺസെപ്റ്റുകളെ അഥവാ അവധാരണകളെ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി സാമൂഹിക ലോകത്തെ വർഗം, വംശം, ജാതി, മതം എന്നിങ്ങനെ ചെറിയ ഭാഗങ്ങളായി തരംതിരിക്കുന്നു. പരികൽപ്പനകൾ രൂപീകരിക്കുന്നത് സിദ്ധാന്തങ്ങളിൽ നിന്ന് നേരിട്ടല്ല. അതിനായി ഈ അവധാരണകളുമായി ബന്ധപ്പെട്ട എഴുത്തുകളെ വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസിറ്റിവിസത്തിൽ നിന്നും പ്രചോദിതമായ ഇത്തരം ഗവേഷണങ്ങളിൽ കൺസെപ്റ്റുകളെ അളക്കാൻ സാധിക്കുന്നതും നിരീക്ഷിക്കാൻ സാധിക്കുന്നതുമായിരിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതർത്ഥമാക്കുന്നതെന്നാൽ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അവധാരണകൾക്ക് കൃത്യമായ നിർവചനം ഉണ്ടായിരിക്കണമെന്നതാണ്. ഇതുവഴി നമുക്ക് അവയെ അളക്കാൻ സാധിക്കുന്നു. മാത്രമല്ല അവയുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ രേഖപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനും ഇത് സഹായിക്കുന്നു. ചോദ്യാവലിയോ നിയതമായ ഘടനയുള്ള നിരീക്ഷണങ്ങളോ ഉപയോഗിച്ചാണ്
അളന്ന് തിട്ടപ്പെടുത്തൽ സാധ്യമാവുന്നത്. കോസാലിറ്റി. അവധാരണകൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തുക എന്നതിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനായി ഗവേഷകർ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾസ് ഉപയോഗിക്കുന്നു. കാരണബന്ധങ്ങളെ പഠിക്കുന്നതിനായി എക്സ്പെരിമെന്റൽ റിസർച്ച്, ക്രോസ് സെക്ഷണൽ സോഷ്യൽ സർവേ ഇവയാണ് ഉപയോഗിക്കുന്നത്. ജനറലൈസേഷൻ. ഗവേഷണങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കണ്ടെത്തലുകളെ ഗവേഷണങ്ങൾ നടത്തപ്പെട്ട പ്രദേശങ്ങൾക്കുപരിയായി സാമാന്യവൽക്കരിക്കുന്നതിനായി ഗവേഷകർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതിനായി ഗവേഷകർ തങ്ങളുടെ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നതിലും തിരഞ്ഞെടുക്കപ്പെട്ട സാമ്പിളുകൾ വലിയൊരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഗവേഷണങ്ങളുടെ കണ്ടെത്തലുകളെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണങ്ങൾ പ്രകൃതിശാസ്ത്രത്തിന്റെ രീതിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഫലമായി ചിലപ്പോഴൊക്കെ ക്വാളിറ്റേറ്റീവ് ഗവേഷകർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ പ്രാധാന്യം കുറഞ്ഞ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പൊതുവായ നിയമങ്ങൾ രൂപീകരിക്കുക എന്നത് ഉട്ടോപ്യൻ ചിന്താരീതിയാണ്. റെപ്ലിക്കേഷൻ. പഠനത്തിലൂടെ ലഭിച്ച ഫലങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനായി പഠനങ്ങളെ വീണ്ടും ആവർത്തിക്കുക എന്നത് പ്രകൃതിശാസ്ത്രത്തിൽ സാധാരണയായി കണ്ടുവരുന്ന രീതിയാണ്. ഇത് പഠനത്തിന്റെ ഫലങ്ങൾ മറ്റു സാഹചര്യങ്ങളിൽ ബാധകമാകുമോ എന്നത് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് ഗവേഷണത്തെ പൂർണ്ണമായും മൂല്യത്തിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കില്ല എന്നാണ്. ഇവിടെ റെപ്ലിക്കേഷൻ അഥവാ ആവർത്തനം പഠനത്തിലൂടെ ലഭിച്ചിട്ടുള്ള ഫലങ്ങളെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. ക്വാളിറ്റേറ്റീവ് ഗവേഷണങ്ങളിൽ റെപ്ലിക്കേഷൻ സാധ്യമാകാത്തതിനാൽ ചിലപ്പോഴൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷകർ അതിനെ വിമർശിക്കാറുണ്ട്. ഇൻഡിവിജ്വലിസം. ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണം എംപിരിക്കൽ പഠനങ്ങളുടെ കേന്ദ്രമായി കാണുന്നത് വ്യക്തിയെയാണ്. കാരണം വ്യക്തിയെ മറ്റു വ്യക്തികളിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന നിലയിൽ കണക്കാക്കിയാണ് ഇവിടെ സർവേകൾ നടത്തുന്നത്. വ്യക്തികളുടെ ഉത്തരങ്ങളെ ഒന്നിച്ചു ചേർക്കുകയും അത് ആ വിഭാഗത്തിന്റെ പഠനത്തിന്റെ ഫലമായി കണക്കാക്കുകയും ചെയ്യുന്നു. ഇവിടെ പഠനത്തിന്റെ വിഷയമെന്നത് വ്യക്തിയാകുന്നു. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. മെത്തേഡ്സ് ഓഫ് സോഷ്യോളജിക്കൽ എൻക്വയറി എന്ന വിഷയത്തിലെ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ് എന്ന അധ്യായത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.